all the same, like some things never change. I couldn't stop and say no. It's all the same. Hello guys, welcome back to my YouTube channel Telson's Workshop. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ എങ്ങനെ ഒരു റീചാർജബിൾ LED ലാമ്പ് നിർമ്മിച്ചെടുക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ആവശ്യം ഒരു കേടായ LED ലാമ്പാണ്. ഒരു കേടായ LEDന്റെ മുകൾ ഭാഗം ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തുറക്കാം. ഈ LED ലാമ്പ് നിർമ്മിക്കാനായിട്ട് ഈ ബൾബിന്റെ SMD LEDs ആണ് ആവശ്യം. ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചുകൊണ്ട് അതിന്റെ ഹീറ്റ് സിങ്ക് മാറ്റിയെടുക്കാം. ഹീറ്റ് സിങ്ക് മാറ്റിയെടുത്ത ശേഷം അതിന്റെ വയറുകൾ മാറ്റിയെടുക്കാം. ഗ്യാസ് സ്റ്റൗവിന്റെ അടുത്ത് വരിക. ഗ്യാസ് സ്റ്റൗ ലോ ഫ്ലെയിമിൽ കത്തിക്കുക. ഹീറ്റ് സിങ്കിന്റെ അടിവശം ചൂടാക്കുക. ഹീറ്റ് സിങ്കിന്റെ മുകൾ വശം നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിന്റെ LED-കൾ വേർപെടുത്തുക. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ LED-കൾ മാറ്റിവെക്കുക. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ LED-കൾ ഇത്തരത്തിൽ ഉണ്ടാകുക. ഒരു മരക്കഷ്ണം എടുത്തതിനു ശേഷം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ സ്ക്രൂ ചെയ്യുക. സ്ക്രൂ ചെയ്ത മരക്കഷ്ണം ഇത്തരത്തിൽ ഉണ്ടാവുക. വീട്ടിൽ വയറിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വയർ എടുക്കുക. വയറിന്റെ ഇൻസുലേഷൻ മാറ്റുക. വയറിന്റെ ഇൻസുലേഷൻ മാറ്റാനായിട്ട് നല്ലവണ്ണം ശ്രദ്ധ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് വെച്ചാൽ കൈ മുറിയാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഇൻസുലേഷൻ മാറ്റുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു വയർ കഷ്ണം എടുത്തിട്ട് നല്ലവണ്ണം മുറുക്കി വെക്കുക. മാറ്റിവെച്ച LED-കൾ വീഡിയോയിൽ കാണുന്നത് പോലെ പാരലലായിട്ട് കണക്ട് ചെയ്യുക. അത്യാവശ്യം നല്ല മുറുക്കി വെക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ LED-കൾ വെക്കുക. LED-കൾ ടൈറ്റായിട്ട് വെക്കുക. കുറച്ച് സോൾഡറിംഗ് ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഇട്ട് കൊടുക്കാം. എല്ലാ ലീഡുകളും സോൾഡറിംഗ് അയൺ വെച്ചുകൊണ്ട് സോൾഡർ ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഒരു 3.5 വോൾട്ടേജ് സപ്ലൈ കൊണ്ട് ടെസ്റ്റ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ 3 സ്ട്രിപ്പുകളാണ് ചെയ്തെടുക്കേണ്ടത്. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. ബാറ്ററിയുടെ നീളം വെച്ചിട്ട് മുറിച്ചെടുക്കുക.
വീഡിയോയിൽ കാണുന്നത് പോലെ പേപ്പർ ബാറ്ററിയുടെ മുകളിലായിട്ട് ചുരുണ്ടിയെടുക്കുക. പശ ഇട്ടിട്ട് ഒട്ടിച്ചിട്ട് വെക്കുക. നമ്മൾ ലാമ്പ് ചെയ്യാനായിട്ട് എടുക്കുന്ന കുപ്പിയുടെ മൂടിൻ്റെ വലുപ്പം വെച്ചിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. എല്ലാവർക്കും ഈ കുപ്പിയുടെ പരിചയം ഉണ്ടാവും. മിക്ക ബേക്കറി കടയിൽ ലഭ്യമാണ് ഈ കുപ്പി. 20 രൂപ വില വരുന്ന മിഠായിയുടെ കുപ്പിയാണിത്. കുറച്ചു മുമ്പ് കട്ട് ചെയ്ത റട്ടിൻ്റെ പീസാണിത്. ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു ബാറ്ററി എടുക്കുക. അയൺ ബാറ്ററിയാണിത്. ചെയ്തെടുത്ത LED സ്ട്രിപ്പ് എടുക്കുക. 3 പീസാണിത്. ഇത് മിച്ചം വന്ന SMD LED ആണ്. ഇത് അടിവശമായിട്ട് യൂസ് ചെയ്യാം. കുറച്ച് മുമ്പ് ചുരുണ്ടിയെടുത്ത പേപ്പർ എടുക്കുക. അത് കറക്റ്റ് ബാറ്ററിൻ്റെ ഉള്ളിൽ പോകുന്ന രീതിയിലാണ് എടുക്കേണ്ടത്. കട്ട് ചെയ്ത റട്ടിൻ്റെ പീസ് വീഡിയോയിൽ കാണുന്നത് പോലെ ബാറ്ററിയുടെ പോസിറ്റീവ് ഡയറക്ഷനിൽ ഫിക്സ് ചെയ്യുക. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഗ്ലൂ ചെയ്യുക. റോൾ ചെയ്ത പേപ്പർ എടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ LED-കൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുക. മൂന്ന് LED-കളും വീഡിയോയിൽ കാണുന്നത് പോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുക. എല്ലാ 3 LED-കളും ടെസ്റ്റ് ചെയ്തെടുക്കുക. 3 LED-കൾ പോസിറ്റീവ് ലീഡ് മടക്കി വെക്കുക. എല്ലാ പോസിറ്റീവ് ലീഡുകളും ഒന്നിച്ച് ബന്ധിപ്പിക്കുക. പോസിറ്റീവ് ലീഡുകൾ മടക്കി വെച്ചതിനാൽ അത് തിരിച്ചറിയാൻ പറ്റുന്നു. ഒരു പോസിറ്റീവ് ലീഡ് ബാക്കി വെച്ചിട്ട് ബാക്കി പോസിറ്റീവ് ലീഡുകൾ കട്ട് ചെയ്തെടുക്കുക. എല്ലാ നെഗറ്റീവ് ലീഡുകളും ഒന്നിച്ച് ബന്ധിപ്പിക്കുക. ഒരെണ്ണം വിട്ടിട്ട് എല്ലാ ലീഡുകളും കട്ട് ചെയ്തെടുക്കുക. എല്ലാ ലീഡുകളും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ നെഗറ്റീവ് ലീഡ് ഉള്ളിലായിട്ട് തള്ളി വെക്കുക. പിന്നെ 2 ലീഡുകൾ ബാക്കിലായിട്ട് ഫിക്സ് ചെയ്യുക. ബാറ്ററിയുടെ ലീഡുകൾ സോൾഡർ ചെയ്ത് വെക്കുക. LED-യുടെ തള്ളിവെച്ച നെഗറ്റീവ് ലീഡ് ബാറ്ററിയുടെ നെഗറ്റീവ് ലീഡിനെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ബാറ്ററി പേപ്പറിൻ്റെ ഉള്ളിലേക്ക് തള്ളി വെക്കുക.
ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം വെളിച്ചയിൽ കത്തുന്നുണ്ട്. LED-യുടെ ലീഡുകൾ സൈഡിലായിട്ട് ഇറക്കി വെക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. 2 ലീഡുകളും സൈഡിലായിട്ട് ഇറക്കി വെക്കുക. ഗ്ലൂ ചെയ്ത് വെക്കുക. നമുക്ക് ആവശ്യമുള്ള കുപ്പി എടുക്കുക. കുപ്പി എടുത്തതിന് ശേഷം സൈഡിലേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഗ്ലൂ ചെയ്ത് വെക്കുക. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ ഇറക്കി വെക്കുന്ന LED താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്ലൂ ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഈ LED ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഇറക്കി വെച്ചാൽ മാത്രം മതി. LED സെന്ററിലായിട്ട് നിൽക്കുന്നത് പോലെ നോക്കുക. സൈഡിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല പ്രകാശമാണ് പ്രകാശിക്കുന്നത്. ഈ LED തികച്ചും വാട്ടർ പ്രൂഫാണ്. വെള്ളത്തിൽ മുക്കിയാലും എന്താവത്തില്ല. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും പ്രസ് ചെയ്ത് വെക്കുക. റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോക്കറ്റ് മാത്രം ഫിക്സ് ചെയ്താൽ മാത്രം മതി. ചെറിയൊരു സ്വിച്ച് ഫിക്സ് ചെയ്താൽ മാത്രം മതി. ബാറ്ററിയുടെ പോസിറ്റീവ് ലീഡും പിന്നെ LED-യുടെ പോസിറ്റീവ് ലീഡും ബന്ധിപ്പിച്ചിട്ട് ഒരു സ്വിച്ച് ഫിക്സ് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഈ കുഞ്ഞ് പോർട്ടബിൾ LED ലാമ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കാണുന്നത് അതിൻ്റെ വെളിച്ചമാണ്. എത്രത്തോളം അതിൻ്റെ വെളിച്ചം കാണാൻ കിട്ടുന്നതാണ്.